എല്ലാ സുഹൃത്തുക്കൾക്കും അജിത് കുമാർ എഡ്യൂസോണിൻ്റെ കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ 13ാമത് എപ്പിസോഡാണ്. 23/12/2024 സുപ്രധാനമായ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഒട്ടും തന്നെ സമയം കളയാനില്ല, നേരെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക്. ഇന്നത്തെ ഒന്നാമത് ഫാക്ട്, ഫുൾ സർവീസ് വിമാന കമ്പനി എന്ന കാറ്റഗറിയിലേക്ക് ഉയർന്ന ഇന്ത്യയിലെ ഒരേ ഒരു വിമാന കമ്പനി. എല്ലാത്തരം സേവനങ്ങളും ലഭ്യമാക്കുന്ന വിമാന കമ്പനിക്ക് കൊടുക്കുന്ന പേരാണ് ഫുൾ സർവീസ് വിമാന കമ്പനി. ഫുൾ സർവീസ് വിമാന കമ്പനി എന്ന കാറ്റഗറിയിലേക്ക് ഉയർന്ന ഒരേ ഒരു ഇന്ത്യൻ വിമാന കമ്പനി ഏത്? അതാണ് ചോദ്യം. ഏതാണ് അത്? നമ്മുടെ എയർ ഇന്ത്യ, വിസ്താര എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ചതോടുകൂടിയാണ് എയർ ഇന്ത്യ ഈ കാറ്റഗറിയിലേക്ക് ഉയർന്ന ഇന്ത്യയിലെ തന്നെ ഒന്നാമത് വിമാന കമ്പനിയായി മാറിയത്. ഇത് മനസ്സിൽ വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 2, ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്ത്? ഇതാണ് ചോദ്യം. ജപ്പാൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ആരാണ്? നിങ്ങൾക്കൂടെ കാണാം, ഷിഗേരു ഇഷിബയാണ് ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രി. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ് അദ്ദേഹം. അതുകൂടി ഓർത്തു വയ്ക്കുക. 2 വട്ടം ഈ പേരും ഈ ചിത്രവും മനസ്സിൽ വെച്ച് ഹൃദയസ്ഥമാക്കുക. ഇനി ഒരു USA പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഫാക്ട് നമ്പർ 3. ദ ബോർഡർ സാർ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ദ ബോർഡർ സാർ പദവിയിൽ പുതിയ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിയമിച്ചത് ആര്? ദ ബോർഡർ സാർ പദവിയിൽ നിയമിതനായത് ആര് USA-യിൽ? ഓക്കെ, ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് കാണാം, ടോം ഹോമാൻ. അദ്ദേഹത്തിനെയാണ് ദ ബോർഡർ സാർ എന്ന പദവിയിൽ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ US-ൽ നിയമിച്ചത്. ടോം ഹോമാൻ മനസ്സിൽ വയ്ക്കും. ഇനി 4ാമത് ഫാക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പുതിയ US അംബാസിഡർ ടു യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള പുതിയ US-ലെ അംബാസിഡർ ആര്? പുതിയ US അംബാസിഡർ ടു യുണൈറ്റഡ് നേഷൻസ് ആരാ? നിങ്ങൾക്ക് കാണാം, എലിസെ സ്റ്റെഫാനിക് സ്പെല്ലിംഗ് ഉൾപ്പെടെ ഹൃദിസ്ഥമാക്കൂ. എലിസെ സ്റ്റെഫാനിക്കാണ് പുതിയ US അംബാസിഡർ ടു യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, ഡൺ. ഇനി 5ാമത് ഫാക്ടിലേക്ക്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് എവിടെ? കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷം സംഘടിപ്പിക്കപ്പെട്ടത്? അതാണ് ചോദ്യം. അസർബൈജാൻ കേട്ടിട്ടുണ്ട്. അസർബൈജാനിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാക്കുവിലാണ് ഈ തവണത്തെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കും. അസർബൈജാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാക്കു. ഇനി ഫാക്ട് നമ്പർ 6ലേക്ക്. ഇത് യൂറോപ്യൻ വ്യാപാര അല്ലെങ്കിൽ വിപണിയിൽ പ്രവേശിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സഹകരണ ബ്രാൻഡ് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം ഏതാണ്? ഇതാണ് ചോദ്യം. യൂറോപ്യൻ വിപണിയിൽ പ്രവേശിച്ച ഇന്ത്യയിലെ ഒരേ ഒരു കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള ഒരു പ്രസ്ഥാനം ഏത്? ഇതാണ് ചോദ്യം. ഏതാണത്? നമുക്ക് ഏവർക്കും പരിചിതമായ അമൂലാണ് യൂറോപ്യൻ വിപണിയിൽ പ്രവേശിച്ച ഒരേ ഒരു ഇന്ത്യൻ ബ്രാൻഡഡ് സ്ഥാപനം. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 7, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി 2ാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഇതാണ് ചോദ്യം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് 2nd ടൈമാണ് വന്നിട്ടുള്ളത്. ആരെയാണ് തിരഞ്ഞെടുത്തത്? ഇതാണ് ചോദ്യം. ആരെയാ? നിങ്ങൾക്ക് കാണാൻ കഴിയും, തയ്യിബ് ഇക്രം. അദ്ദേഹത്തിനെയാണ് ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തയ്യിബ് ഇക്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഫാക്ട് നമ്പർ 8ആണ്. 8ാമത് ഫാക്ട് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഫാക്റ്റാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേൽ നിയമിതനായ അമിക്കസ് ക്യൂറി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമിതനായ അമിക്കസ് ക്യൂറിയുടെ പേരെന്ത്? ഇതാണ് ചോദ്യം. വെരി സിമ്പിളാണ്, പക്ഷെ അത് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. നിങ്ങൾക്കിവിടെ കാണാൻ, അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ ആണ് പുതിയ അമിക്കസ് ക്യൂറി. ഏതിൻ്റെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമിതനായ അമിക്കസ് ക്യൂറിയാണ് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. ഓക്കെ, ഇനി 9ാമതൊരു സ്പോർട്സ് ഇവൻ്റ് ആയിക്കോട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ 2020 ക്രിക്കറ്റ് ഈവൻറ്റിൽ തുടർച്ചയായ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആര്? 2020ൽ തുടർച്ചയായ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആര്? അത് വേറെ ആരുമല്ല, സഞ്ജു സാംസൺ. നമുക്കറിയാം,
സഞ്ജു സാംസൺ, അത് ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 10, അത് കറണ്ട് അഫേഴ്സ് ആണെങ്കിലും ഈ പുതിയതായിട്ട് കാലിക പ്രാധാന്യം വാർത്തകളിൽ വന്നതുകൊണ്ട് പറയുന്നതാണ്. ആരാണ് UN സെക്രട്ടറി ജനറൽ? UN സെക്രട്ടറി ജനറൽ ആരാണ്? ഇതാണ് ചോദ്യം. ഇത് ഈ വാർത്തകളിൽ ഇടം പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാക്റ്റായിട്ട് പ്രത്യേകം അവതരിപ്പിച്ചത്. ആരാണ് UN സെക്രട്ടറി ജനറൽ? നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻ്റോണിയോ ഗുട്ടറസ്. ഓർത്തു വയ്ക്കൂ, ആൻ്റോണിയോ ഗുട്ടറസ്. ഇത് ന്യൂസിൽ ഇടം പിടിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഫാക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻ്റോണിയോ ഗുട്ടറസ്. ഇനി ഒരു ഫാക്റ്റുമായി ബന്ധപ്പെട്ടാണ്, ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഫാക്ട് നമ്പർ 11. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും കേരള നോളജ് എക്കോണമി മിഷനും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്ത്? മനസ്സിലായല്ലോ. തദ്ദേശ സ്വയംഭരണ വകുപ്പും കേരള നോളജ് എക്കോണമി മിഷനും സംയുക്തമായി തൊഴിലവസരങ്ങൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. എന്താണ് അതിൻ്റെ പേര്? വിജ്ഞാന കേരളം പദ്ധതി. നിങ്ങൾ കാണാം, വായിക്കുക. വിജ്ഞാന കേരളം പദ്ധതി എന്നാണ് നോളജ് എക്കോണമി മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി തൊഴിലവസരങ്ങൾ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഓർത്തു വയ്ക്കും. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 12, ഒരു പുരസ്കാര വിന്നറാണ്, പുരസ്കാര ജേതാവിനെ സംബന്ധിച്ചാണ്. NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം. എന്താണത്? NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം ഈ വർഷത്തെ നേടിയത് ആര്? ഇതാണ് ചോദ്യം. ആരാ? നിങ്ങൾക്ക് കാണാം, PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിൻ്റെ ഈ വർഷത്തെ ജേതാവ്. ഗോപികൃഷ്ണൻ നിങ്ങൾ കാണാം. ഇനി നേരെ ഫാക്ട് നമ്പർ 13ലേക്ക്. ഇതൊരു നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ന്യൂലി അപ്പോയിൻറ്റഡ് അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് കേരള. ന്യൂലി അപ്പോയിൻറ്റഡ് അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് കേരള. കേരളത്തിൽ പുതിയതായി നിയമിക്കപ്പെട്ട അക്കൗണ്ടൻറ്റ് ജനറൽ ആര്? ഇതാണ് ചോദ്യം. ആൻസർ ഈസ് പ്രീതി എബ്രഹാം. കാണാൻ കഴിയും, പ്രീതി എബ്രഹാം. അത് ഓർത്തു വയ്ക്കുന്നത് ഒരു ഘട്ടത്തിൽ ഗുണം ചെയ്യും. ഓക്കെ, പ്രീതി എബ്രഹാം. ഡൺ. ഇനി 14ാമത് ഫാക്റ്റാണ്. IV ദാസ് അവാർഡ്. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ഈ വർഷത്തെ നേടിയതാര്? ക്ലിയർ അല്ലേ ചോദ്യം? സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ IV ദാസ് പുരസ്കാരം ജേതാവാര്? ഇതാണ് ചോദ്യം. പ്രൊഫസർ M ലീലാവതി. അതാണ് ആൻസർ. M ലീലാവതി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. M ലീലാവതി. ഓർത്തു വയ്ക്കും. ഫാക്ട് നമ്പർ 15. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. IOC നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതിൻ്റെ ഒരു പുതിയ ചെയർമാൻ വന്നിട്ടുണ്ട്. IOCയുടെ പുതിയ ചെയർമാൻ, ന്യൂലി അപ്പോയിൻറ്റഡ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC ആരാ? അരവിന്ദർ സിംഗ് സാനി. നിങ്ങൾ കാണാം, സ്പെല്ലിംഗ് ഉൾപ്പെടെ നോക്കി വയ്ക്കൂ. അരവിന്ദർ സിംഗ് സാനി. ഇദ്ദേഹമാണ് IOCയുടെ പുതിയ ചെയർമാൻ, അരവിന്ദർ സിംഗ് സാനി. ഓക്കെ. ഇനി നേരെ 16ാമത് ഫാക്റ്റിലേക്ക്. ഈ വർഷത്തെ 2024 ബുക്കർ പ്രൈസ് വിന്നർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. 2024 ബുക്കർ പ്രൈസ് വിന്നർ ആര്? അതാണ് ചോദ്യം. ആരാണ് ബുക്കർ പ്രൈസ് 2024 നേടിയത്? ബ്രിട്ടീഷ് റൈറ്ററായിട്ടുള്ള സാമന്ത ഹാർവേ. നിങ്ങൾ കാണാൻ കഴിയും, സാമന്ത ഹാർവേ. അവർക്കാണ് ഈ വർഷത്തെ ബുക്കർ പ്രൈസ് ലഭ്യമായിട്ടുള്ളത്. അവരുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ശൂന്യാകാശ പേടകത്തിലുള്ള വാസം, ഇത് സംബന്ധിച്ച ഒരു നറേഷനാണ് ഓർബിറ്റൽ. ഇതിനാണ് ഈ വർഷത്തെ ബുക്കർ പ്രൈസ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ആരാണ് ആള്? സാമന്ത് ഹാർവേ, ബ്രിട്ടീഷ് റൈറ്റർ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 17. ഇത് വളരെ രസകരമായ പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു മന്ത്രാലയത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെൻറ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ അമേരിക്കൻ ഭരണകൂടം രൂപീകരിച്ച ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതാദ്യമായി വന്നതാണ്. എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്? അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, DOGE
ഡോജ് എന്നാണ് അതിൻ്റെ പേര്, DOGE, ഡോജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്നാണ് ആ പുതിയതായി രൂപീകരിക്കപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അത് ഓർത്തു വയ്ക്കും. ഈ ഡോജ് നയിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുക. എന്താണ്? നമുക്കറിയാം, എലോൺ മസ്കും അതുപോലെ തന്നെ വിവേക് രാമസ്വാമി, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പുതിയ മന്ത്രാലയം നയിക്കുന്നത് എന്നാണ് വാർത്തകളിൽ വരുന്നത്. അതുകൂടി ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 18ലേക്ക്. ഇത് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് പുതിയതായി രൂപീകരിച്ച, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായി രൂപീകരിച്ച ഒരു AI അസിസ്റ്റൻ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ അസിസ്റ്റൻ്റ് ആണ് അത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻ്റ്. അതിൻ്റെ പേരെന്താണ്? പേര് വേറൊന്നുമല്ല, സ്വാമി ചാറ്റ് ബോട്ട് എന്നാണ് അത് AI അസിസ്റ്റൻറ്റിൻ്റെ പേര്. സ്വാമി ചാറ്റ് ബോട്ട്. അത് ഒരു മനസ്സിൻ്റെ കോണിൽ വച്ചേക്കും, ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഉപകാരമായി മാറും. സ്വാമി ചാറ്റ് ബോട്ട്. ഇനി ഫാക്ട് നമ്പർ 19 ഇത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച ശ്രീരംഗപട്ടണം യുദ്ധം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ശ്രീരംഗപട്ടണം വാറിൽ ടിപ്പു ഉപയോഗിച്ച വാള് ഇപ്പോൾ ലേലത്തിന് പോയി. ആ ലേലത്തുക എത്ര? ഒരു റെക്കോർഡ് തുകയായിരുന്നു ആ ലേലം. ആ വാളിൻ്റെ ലേലത്തുക എത്ര? അതാണ് ചോദ്യം. അതൊരു ഫാക്റ്റായി ഓർത്തു വയ്ക്കൂ. 3.4 crores rupees, 3.4 കോടി രൂപയ്ക്കാണ് ആ വാള് ലേലത്തിൽ പോയത്. 3,17,900 പൗണ്ട്സ്. ഇതുകൂടി ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 20. ഇതും അമേരിക്കൻ പുതിയ ഭരണകൂടത്തിൻ്റെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ്. CIA നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകം ഞെട്ടുന്ന ഒരു ഏജൻസിയാണ് CIA. അതിൻ്റെ പുതിയ മേധാവിയായിട്ട് പുതിയ ട്രംപ് ഭരണകൂടം നിയമിച്ചത് ആര്? മേധാവി ആര്? അതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ റാഡ്ക്ലിഫ്. നിങ്ങൾ കാണാൻ കഴിയും, ജോൺ റാഡ്ക്ലിഫാണ് പുതിയ CIA മേധാവിയായിട്ട് അമേരിക്കൻ ഭരണകൂടം നിയമിച്ചിട്ടുള്ളത്. ജോൺ റാഡ്ക്ലിഫ്. ഇത് പറഞ്ഞപ്പോഴാണ് ഫാക്ട് നമ്പർ 21 മറ്റൊരു നിയമനം. US പ്രസിഡന്റ് പുതിയ അമേരിക്കൻ ഭരണ സംവിധാനം നിയമിച്ച ഇസ്രയേലിൻ്റെ സ്ഥാനപതി ആര്? അതും ഇതിനോടൊപ്പം വാർത്തകളിൽ ഇടം പിടിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. US ഭരണകൂടം പുതിയതായി നിയമിച്ച ഇസ്രയേൽ സ്ഥാനപതി ആര്? ഇതാണ് ചോദ്യം. ആരാ? നിങ്ങൾക്ക് കാണാം, മൈക്ക് ഹക്കബിയാണ് പുതിയ ഇസ്രായേൽ സ്ഥാനപതിയായിട്ട് പുതിയ ട്രംപ് ഭരണകൂടം നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, ഡൺ. ഫാക്ട് നമ്പർ 21 ഒരു ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ്. ഈ വർഷം നവംബർ 14 ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരു മലയാള സാഹിത്യകാരനുണ്ട്. ആരാണ് അദ്ദേഹം? നവംബർ 14 ജന്മശതാബ്ദി ആഘോഷിക്കപ്പെട്ട ഒരു മലയാള സാഹിത്യകാരൻ, പ്രശസ്തനാണ്. ആരാണ് അദ്ദേഹം? പാറപ്പുറത്ത്. വേറെ ആരുമില്ല. അത് ഓർത്തു വയ്ക്കും, പാറപ്പുറത്ത്. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 22. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ വ്യാപാര മേഖലയിലേക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മാറ്റം. എന്താണ് കുടുംബശ്രീയുടെ പുതിയ ഓൺലൈൻ ആപ്പ്? ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ആപ്പിൻ്റെ പേര് പോക്കറ്റ് മാർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ കുടുംബശ്രീ പുതുതായി ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന് കൊണ്ടുവന്ന ആപ്പിൻ്റെ പേരെന്താ? പോക്കറ്റ് മാർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്, പോക്കറ്റ് മാർട്ട്. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 23. ശാസ്ത്ര രംഗത്തെ നൂതനമായ ഗവേഷണത്തിന് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF എന്ന് വിളിക്കും. ISF നൽകുന്ന ഒരു 2024 പുരസ്കാരം നേടിയതാര്? ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് വേണ്ടിയിട്ട് ISF നൽകുന്ന 2024 പുരസ്കാര ജേതാവാര്? ഇതാണ് ചോദ്യം. ആരാണ്? പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. നിങ്ങൾ കാണാം, പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. അദ്ദേഹത്തിനാണ് ISF 2024 പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. ഓക്കെ, ഡൺ. ഈ ഫാക്ട് നമ്പർ 24. ഇത് ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഒരു കരീബിയൻ രാജ്യമുണ്ട്, കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ ഒരു പരമോന്നത പുരസ്കാരം 2024 ഒരു ഇന്ത്യയുടെ നേതാവിന് ലഭ്യമായിട്ടുണ്ട്. അതാരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. അദ്ദേഹത്തിനാണ് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ 2024 പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കും. ഇനി 25ാമത് ഫാക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴ ദ്വീപ് ഏതാണ്? ഇത് വാർത്താ പ്രാധാന്യം നേടിയ രസകരമായ ഒരു ഇൻഫർമേഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴ ദ്വീപ് ഏത്? ഇതാണ് ചോദ്യം.
പേരന്വേഷിച്ച് വേറെ പോണ്ട, മെഗാ കോറൽ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. 34 മീറ്റർ നീളം, 32.5 മീറ്റർ വീതി, 5.5 മീറ്റർ പൊക്കം. ഇതാണ് ഈ പവിഴപ്പുറ്റിൻ്റെ ഒരു വലിപ്പം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഇതിനെ മെഗാ കോറൽ എന്നും വിളിക്കുന്നത്. ഇത് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. രസകരമാണെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് പ്രയോജനം വരും. ഇനി രാജ്യത്തെ ഡെവലപ്മെൻറ്റ് കുതിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഫാക്ട് നമ്പർ 26. ഹൈഡ്രജൻ തീവണ്ടി പുതിയ ഒരു നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ പുതിയ ആധുനിക കാലഘട്ടത്തെ ഒരു യാത്രാ സംവിധാനമാണ് ഹൈഡ്രജൻ തീവണ്ടി. പുതിയ ഹൈഡ്രജൻ തീവണ്ടി ഓടാൻ പ്രപ്പോസ് ചെയ്ത ഒരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഏത് റൂട്ടിലാണ് ഓടാൻ നിശ്ചയിച്ചിട്ടുള്ളത്? ഹൈഡ്രജൻ തീവണ്ടി ഏത് റൂട്ടിൽ ഓടും? ഇതാണ് ചോദ്യം. ഹരിയാനയിലെ ജിങ് സേനാപത്ത് റൂട്ടിലാണ് ഹൈഡ്രജൻ തീവണ്ടി ഓടാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഹരിയാനയിലെ ജിങ് സേനാപത്ത് റൂട്ടിലാണ് ഹൈഡ്രജൻ തീവണ്ടി ഓടാൻ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി 27ാമത് ഫാക്റ്റാണ്. നമുക്കറിയാം സുപ്രീം കോടതി കൊളീജിയം ഇപ്പോൾ വാർത്തയിൽ മറ്റു രീതിയിലൊക്കെ പ്രാധാന്യത്തിലേക്ക് വന്നിട്ടുണ്ട്. കൊളീജിയം, സുപ്രീം കോടതിയുടെ കൊളീജിയം ഈ അടുത്ത കാലത്ത് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ആ പുനഃസംഘടിപ്പിക്കപ്പെട്ട റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ കൊളീജിയത്തിൽ പുതുതായി ഒരു ആൾ കൂടി വന്നിട്ടുണ്ട്. ആരാണ് പുനഃസംഘടിപ്പിക്കപ്പെട്ട സുപ്രീം കോടതി കൊളീജിയത്തിൽ പുതിയതായി എത്തപ്പെട്ടത്? ഇതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ആരാ? ജസ്റ്റിസ് അഭയ് എസ് ഓഖ. നോക്കി വയ്ക്കൂ, ജസ്റ്റിസ് അഭയ് എസ് ഓഖ. അദ്ദേഹമാണ് കൊളീജിയത്തിൽ പുതിയതായി ചേർക്കപ്പെട്ട വ്യക്തി. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 28. ഇതും ട്രംപ് ഭരണകൂടം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കൻ ഭരണകൂടം ലോക സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തെ ഏത് വിധം സ്വാധീനിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഓരോ നിയമനങ്ങളും ലോകരാജ്യങ്ങൾ സാഗൂതം വീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് നമ്മളീ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സുകൾ. അപ്പോൾ ട്രംപ് ഭരണകൂടം പുതിയതായി നിയമിച്ച അറ്റോർണി ജനറൽ ആര്? ഇതാണ് ചോദ്യം. പുതിയ അറ്റോർണി ജനറൽ ആര്? പുതിയ അറ്റോർണി ജനറലിൻ്റെ പേര് മാറ്റ് ഗേറ്റ്സ്. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ, മാറ്റ് ഗേറ്റ്സ്. അദ്ദേഹമാണ് പുതിയ ട്രംപ് ഭരണകൂടത്തിൻ്റെ അറ്റോർണി ജനറൽ, മാറ്റ് ഗേറ്റ്സ്. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 29. ഇത് 2020 മെൻസ് മാച്ചുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഈ കഴിഞ്ഞ 2020 മെൻസ് മാച്ചിൽ, ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് സെക്കൻഡ് വിക്കറ്റ് ടേക്കറായി സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ആര്? ഇന്ത്യയിലെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായി സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ആര് 2020 മാച്ചിൽ? ആരാണ്? ആർഷ്ദീപ് സിംഗ് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിട്ട് മാറിയിട്ടുള്ളത്, ആർഷ്ദീപ് സിംഗ്. ഓക്കെ, ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ഫാക്റ്റാണ്. ശ്രീലങ്കൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധയോടുകൂടി ഇന്ത്യ വീക്ഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ്? ശ്രീലങ്കൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏത്? ഇതാണ് ചോദ്യം. ശ്രീലങ്കൻ പ്രസിഡന്റ് നമുക്കറിയാം, ആരാ? അനുരകുമാര ദിസനായികെ. നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള അനുരകുമാര ദിസനായികെ. ഇദ്ദേഹം നയിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. എന്താണ് ആ പാർട്ടിയുടെ പേര്? നാഷണൽ പീപ്പിൾസ് പവർ, NPP, നാഷണൽ പീപ്പിൾസ് പവർ. ഇവർക്ക് 225 സീറ്റിൽ 159 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇവരാണ് നാഷണൽ പീപ്പിൾസ് പവർ, NPP ആണ് വിജയിച്ചിട്ടുള്ളത്. പ്രസിഡന്റിൻ്റെ പാർട്ടി തന്നെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതുകൂടി മനസ്സിൽ വയ്ക്കും. ഓക്കെ സുഹൃത്തുക്കളെ, ഈ ആഴ്ചത്തെ ഫാക്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതും വളരെ രസകരവുമായി മാറിയിട്ടുള്ളതുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് 2 വട്ടം കാണൂ, നിങ്ങൾ ഹൃദയസ്ഥമാക്കൂ. ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന പല എക്സാമിനേഷൻസും ഇതിൽ നിന്നും ഏതെങ്കിലും ചോദ്യങ്ങൾ ഉറപ്പായി ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ്. ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാനുമായി നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഇൻ്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ള കറണ്ട് അഫയേഴ്സ് സെഷനുമായി ഈ വരുന്ന തിങ്കളാഴ്ച ഇതേ സമയം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. Wishing you all success and thank you for watching my video and thank you.